നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്നൊരു ഓണം മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണ്. ലാക്ടോകലാമൈൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഈ സൺസ്ക്രീനിൻ്റെ ഫുൾ റിവ്യൂ ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് പ്രൈമറായിട്ട് ലാക്മേയുടെ ആബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈമർ സ്കിന്നിലെ ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഒരു ഡ്യൂയി ലുക്കാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പേൾ ഇലുമിനേറ്റർ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാം. ഞാൻ ഹൈ പ്ലെയിൻസിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ മോയ്സ്ചറൈസറിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. കുറച്ചൊരു യെല്ലോ ടിൻ്റ് അധികമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ചിലപ്പം ഡീപ്പർ സ്കിൻ ടോണുകാർക്ക് ഇത് അത്ര സ്യൂട്ട് ആയിക്കൊള്ളണമെന്നില്ല. അടുത്തത് കളർ കറക്ഷന് വേണ്ടിയിട്ട് ഇൻസൈറ്റിൻ്റെ ഈ ഒരു പാലറ്റിൽ നിന്ന് ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളർ കറക്ഷൻ കൊടുക്കുന്നത്. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ. അപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്തത് തെറ്റായി പോയി എന്ന് എനിക്ക് പിന്നെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ടോൺ ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു നന്നായിട്ടുള്ള ഒരു ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് മെബലിൻ ഫിറ്റ് മീൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ മേലെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അത്യാവശ്യം കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. എനിക്ക് ഫുൾ ഫേസ് കവറേജ് വേണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ട് കൺസീലിംഗ് പോലെ ചെയ്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുള്ളായിട്ട് ഒരുപാട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു കവറേജിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ലൈക്ക് തന്നെ ആയിട്ട് ഉണ്ടാവും. ഒരുപാട് പ്രോഡക്റ്റ് ഇട്ടിട്ടുള്ള ഒരു ഫീലും ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ബ്ലൂ ഹെവൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാവരുടെയും അപ്ലൈ ചെയ്യുന്നില്ല. കണ്ണിൻ്റെ അടിയിൽ, അതേപോലെ തന്നെ ടീ സോൺ ഏരിയയിൽ എവിടെയാണ് എനിക്ക് ഓയിൽനെസ് ഉള്ളത് അവിടെ മാത്രമേ അപ്ലൈ ചെയ്യണുള്ളൂ. അടുത്ത് നമുക്കൊരു സിമ്പിൾ ഐ മേക്കപ്പ് ചെയ്യാം. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൈറ്റർ ഷെയ്ഡാണ് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഐ മേക്കപ്പ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രാൻസിഷൻ ഷെയ്ഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു പീച്ച് ടോൺ വരുന്ന, ഈ ഒരു ലൈറ്റ് പീച്ച് ടോൺ വരുന്ന ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ട്രാൻസിഷൻ്റെ തൊട്ട് താഴെയായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രാൻസിഷനും ഈ ഒരു ഷെയ്ഡും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടണം. അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡീപ്പർ ഷെയ്ഡ് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ബ്രൗൺ ടോൺ വരുന്ന ഈ ഒരു ഷെയ്ഡാണ്. അത് വെറും ഔട്ടർ കോർണറിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇന്നർ കോർണറിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ടില്ല. ഔട്ടർ കോർണറിൽ വെച്ചിട്ട് അവിടെ തന്നെ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഷാമ്പെയിൻ ഷെയ്ഡ്, ഈ ഒരു ഫോയിൽ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഷെയ്ഡ്സ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ആൻഡ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഐ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഓറിക് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്തത്. ഒരു ഫ്ലേക്ക് ആൻഡ് കൊടുക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. അതിങ്ങനെ ഫ്ലേക്ക് ചെയ്തിട്ട് നമുക്ക് ശരിക്കും ഈസി ആയിട്ട് ഐലൈനർ വരയ്ക്കാൻ വേണ്ടി പറ്റും. അതായത് വിങ്ഡ് ഐലൈനർ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ഐലൈനർ വരച്ചെടുക്കാൻ പറ്റും. ആ ഒരു ഗൈഡ് ലൈന് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിങ്ഡ് ഐലൈനർ വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഹുഡഡ് ആയിട്ടുള്ള ഐസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ രണ്ട് ഐസിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഐലൈനർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാജലും കൂടി അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസസ് കാനഡയുടെ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു നല്ലൊരു കാജലാണ് കേട്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള കാജലാണ്. കുറേ ആയി ഞാൻ വാങ്ങി, എന്നിട്ടും ഒട്ടും ഡ്രൈ ആയി പോകും, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ചില കാജൽസ് അങ്ങനെ വാങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകണമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലോവർ ലാഷ് ലൈനിൽ ഞാൻ ആ ഒരു പീച്ച് ടോണിന് വരുന്ന ആ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ കാജലം മാത്രം അപ്ലൈ ചെയ്ത് വിടുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. ലൈറ്റ് ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യുക, ഡാർക്ക് ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ബ്ലൂ ഹെവൻ്റെ തന്നെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫേക്ക് ലാഷസ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഓണം സെലിബ്രേഷനൊക്കെ ആണെങ്കിൽ ഫേക്ക് ലാഷസ് ഒക്കെ വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് സമയം വെക്കേണ്ടിയല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഐബ്രോസിനൊരു പരീക്ഷണം നടത്താം കേട്ടോ. നമ്മൾ ഔട്ടർ കോർണറിൽ യൂസ് ചെയ്തില്ല, ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊന്ന് പുരികം ഫില്ല് ചെയ്ത് കൊടുത്ത് നോക്കുകയാണ്.
ഇപ്പോൾ ഐബ്രോ പൗഡറായിട്ട് വാങ്ങാൻ കഴിയാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, അടുത്തുനിന്ന് വല്ലാണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും എന്നല്ലാണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഈ ഒരു പാലറ്റ്. പക്ഷേ ഈ സ്വിസ് ബ്യൂട്ടിയുടെ വേറൊരു പാലറ്റ് ഉണ്ട്, 02 ആണെന്ന് തോന്നുന്നു. അതിനകത്തൊരു ബ്രൗൺ ഉണ്ട് കേട്ടോ, അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഐബ്രോസിൽ. അത് നല്ലൊരു ബ്രൗൺ ആണ്, പക്ഷേ ഇതിലൊരു ചെറുതായിട്ടൊരു റെഡ് ടോൺ വരുന്നത് കാരണം ഇത് അത്ര അങ്ങോട്ട് നാച്ചുറലായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു അടുത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് കേട്ടോ. എന്തായാലും ഞാൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്യാമറയിൽ വലുതായിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷേ ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് നോക്കുമ്പോൾ എനിക്കത് ചെറുതായിട്ടൊരു റെഡ് ടോൺ കാണുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്പൂലി വെച്ചിട്ട് നമുക്ക് കോംബ് ചെയ്ത് കൊടുക്കാം, പ്രോഡക്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. മാക്സ് ഫാക്ടറിൻ്റെ ക്രീം ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡ്യൂയി ലുക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് ഞാൻ ഇത്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, കോൺടൂർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബ്ലഷ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മളുടെ ഹൈലൈറ്ററും കൂടി അപ്ലൈ ചെയ്യാം. ഹൈലൈറ്ററായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടെ ഹൈലൈറ്ററാണ്. ഇത് ഡീപ്പർ സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹൈലൈറ്ററും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റർ സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ അതിനൊരു ആവേശത്തിൽ ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. അതൊന്നും ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ടോൺ ഡൗൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഹൈലൈറ്റർ ആട്ടോ NYBയുടെ. ഇതിൽ 4-5 ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യാം. NYBയുടെ പെപ്പി പ്യൂർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിന് മുമ്പേ ഞാനൊന്ന് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പ് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ എത്ര ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ലൈറ്റർ ഷെയ്ഡ്സ് അങ്ങനെ അല്ലെങ്കിൽ ന്യൂ ഷെയ്ഡ്സ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒന്ന് ലിപ്പ് ലൈനർ യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കോൺടൂറിങ് പോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കിന് വേറെ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ലിപ്സ്റ്റിക്ക് മാഞ്ഞു പോയാൽ ഈ ഒരു പെൻസിലിൻ്റെ കളർ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളെ ലിപ്സിൽ. അപ്പോൾ കുറേ നേരത്തെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലോസ് ടോപ്പ് അപ്പ് ചെയ്യാം കേട്ടോ. ഇത് ഫുള്ളി മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് അല്ല, കുറച്ചൊരു സാറ്റിൻ ഫിനിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ്, ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. എല്ലാവർക്കും ധാവണി എടുത്തിട്ടുള്ള ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.